ഹൈ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. തംബ്നെയിലും ടൈറ്റിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈർക്കലി വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചോല വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. സാധാരണ കുറച്ച് ഉണങ്ങിയതായാലും കുഴപ്പമില്ല, പക്ഷേ എനിക്കിപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയതുകൊണ്ട് ഞാനതങ്ങനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചീന്തിയെടുക്കണം കേട്ടോ. നേരിയതായിട്ട് ചീന്തി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഉണ്ടാവില്ല, അറ്റത്തിന് വലിയ ബലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കി പീസ് വേണം എടുക്കാനായിട്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ഒരു പിന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ കൂർപ്പിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈർക്കലി പിന്നുണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഈർക്കലി പിന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 4-5 ഈർക്കലി എടുക്കാം കേട്ടോ, ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊരിഞ്ഞ് വരുമ്പോൾ ഒരു 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് സാധാരണ ഇഡ്ഡലി മാവാണ്. നമുക്ക് ചോറ് ചേർത്ത് അരക്കുക, അല്ലെങ്കിൽ അവിലോ അല്ലെങ്കിൽ ചവ്വരിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് അരച്ചെടുക്കാവുന്ന സാധാരണ ഇഡ്ഡലി മാവാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചക്കല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി മാവായി, ചക്കലയായി. തംബ്നെയിലും ടൈറ്റിലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് കേട്ടോ. ഇത് പ്ലാവിലെ ഇഡ്ഡലിയാണ്. ഇതൊരു കർണാടക വിഭവമാണ്. വിനായക ചതുർത്ഥി ദിവസമാണ് ഈ ഒരു ഇഡ്ഡലി അവിടെ ഉണ്ടാക്കാറ്. ഹിട്ടു ഹൊണ്ടേ എന്നൊക്കെ പേരിലാണ് ഇതവിടെ അറിയപ്പെടുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇഡ്ഡലിക്കൊപ്പം പ്ലാവിലയുടെ ഔഷധ ഗുണങ്ങൾ കൂടി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റേതായ ഒരു മണവും രുചിയൊക്കെ ഉണ്ട്. നമുക്കൊരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 4 പ്ലാവിലയാണ് വേണ്ടത്. അപ്പോൾ എത്ര ഇഡ്ഡലിയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്ലാവില എടുക്കുക. നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം 2 പ്ലാവില എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു ഈർക്കലി കൊണ്ട് കുത്തി ഉറപ്പിക്കുക. ഈർക്കലി എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ളത് എടുക്കരുത്. ഇത് കയറാൻ കുറച്ച് ഇതുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ പ്ലാവിലെടുക്കുമ്പോൾ ഒരുപാട് ഉണങ്ങിയത് ഒരു പരുവരുപ്പനായിട്ടുള്ള ഇലകളുണ്ടാവും, അതെടുക്കരുത്. കുറച്ചൊന്ന് സോഫ്റ്റായിട്ട്, ഒരുപാട് കിളിന്തും വേണ്ട, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഇലകൾ വേണം എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയുള്ള ഇലകളാകുമ്പോൾ നമ്മളിത് കുത്തുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഓട്ടയായിട്ട് അതിൽ കൂടെ മാവൊക്കെ പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. 2 ഇതുപോലെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് 3ാമത്തെ ഇലയും വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി ഉറപ്പിക്കുക. ഈ പ്ലാവില കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പ്ലാവില വെച്ച് എന്തൊക്കെ കളിയായിരിക്കും കളിച്ചിട്ടുണ്ടാവുക. കഞ്ഞി കുമ്പിള് കോരി കുടിക്കുക, പ്ലാവിലാട, അതുപോലെ എന്ത് ഗെയിമിൽ ജയിച്ചാലും രാജാവാണ്. രാജാവിനെ ചക്ക കൊണ്ടിട്ടാണ് കിരീടം ഉണ്ടാക്കുന്നത്. ഓർക്കുന്നുണ്ടോ പഴയ കാലമൊക്കെ? അപ്പം ഞാനിവിടെ 4 ഇലയും കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ അകത്തെ പാട്ടുണ്ടല്ലോ, അത് ഉള്ളിൽ വരുന്ന പോലെയാണ് നമ്മളിത് മടക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നരമ്പുണ്ട്, ഇലയുടെ നരമ്പ്, അത് നേർക്ക് നേര് വരണം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വരണം. ഒരു സൈഡൊന്ന് മടക്കി നോക്കുക. ഇത് ഒട്ടും ഗ്യാപ്പില്ലാതെ മടക്കാൻ പറ്റുന്ന പോലെയാണ് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് ഞാനിത് ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അടിവശത്ത് നല്ലപോലെ പ്രസ് ചെയ്ത്, ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു ഈർക്കലി കുത്തി വെക്കാം. അപ്പോൾ ഒരു സൈഡ് 2 ഈർക്കലി കേട്ടോ പിടിപ്പിക്കുന്നത്. നന്നായിട്ടൊരു കൂട് പോലെയാണ് നിൽക്കുക. ഇവർ ഈ ഒരു ഇത് വിളിക്കണത് തന്നെ അത് ഇങ്ങനെ കൂട് പോലെ ഉദ്ദേശിച്ചിട്ടാണ്.
പ്ലാവിലിയുടെ ബോക്സ് ആയിട്ട് ജാക്ക് ഫ്രൂട്ട് ബോക്സ് പോലെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അത് കൂട് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പ്ലാവില കൊണ്ടുള്ള കപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നിറയ്ക്കാം. അപ്പം മാവൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. പുറത്താവാതെ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ അതിനകത്തേക്ക് ഇറക്കി വെച്ച് മൂടി 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. സാധാരണ ഇഡ്ഡലി പോലെയല്ല, ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുക. ഇത് നല്ലപോലെ വെന്ത് ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാടി ഇതിൻ്റെ നിറമൊക്കെ നന്നായി മാറുമ്പോൾ അത് വെന്തോന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ. സ്പൂണിൽ ഒട്ടും പിടിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് പുറത്ത് വെച്ച് സെർവ് ചെയ്യാനെടുക്കാം. കർണാടകയിൽ ഹീറ്റൊന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള സൈഡ് ഡിഷുകളുണ്ടാകും. പക്ഷേ ഞാൻ ഇന്നിത് സെർവ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തേങ്ങാ ചട്നിയും തക്കാളി ചമ്മന്തിയോടൊപ്പം. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഇഡ്ഡലിയാണ്, ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ മതി. ഇപ്പം നമുക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഇല എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ കുറച്ചും കൂടെ ഇതൊന്ന് ഉള്ളിലേക്ക് ഒതുക്കി ചെറുതായിട്ട് മടക്കിയെടുത്താലും മതിയാവും കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.